യെസ്, ഞാൻ വീണ്ടും ഒരു കാര്യം പറയട്ടെ. ഈ മടിയുള്ള ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല യൂട്യൂബ് ചാനൽ. യൂട്യൂബ് എന്നല്ല, എന്ത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്തായാലും. കാര്യം എന്തെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ പറയാൻ വന്ന അത് എന്താണെന്ന് വെച്ചാൽ പണ്ടാരം മറന്നു പോയാലും ഈ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയതാണ് യൂട്യൂബ് ചാനൽ. കാര്യം എന്തെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ആദ്യം യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ കുക്കിംഗ് തുടങ്ങാമെന്ന് വെച്ചു. പക്ഷേ കുക്കിംഗ് എന്നെക്കൊണ്ട് സെറ്റ് ആവില്ലെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ വിചാരിച്ചു റീൽ ചെയ്യുമ്പോൾ പണ്ടാരം ഒരുങ്ങിയൊക്കെ ചെയ്യണം. എനിക്ക് ഒരുങ്ങാനും മടിയാണ്, അപ്പോൾ അത് നടക്കുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഫുഡൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. കുക്കിംഗ് അല്ലാതെ കുക്ക് ചെയ്തതിന് ശേഷം ഫുഡിൻ്റെ വീഡിയോ കാണിക്കാമെന്ന്. അതും എനിക്കങ്ങോട്ട് സെറ്റാവുന്നില്ല. സത്യത്തിൽ ഇപ്പം നമുക്ക് കണ്ടൻറ്റ് ക്ഷാമമാണെന്ന് വേണമെങ്കിൽ പറയാം. വേണമെങ്കിൽ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി ചന്തയിലും കടയിലൊക്കെ പോയി മീനും സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമുക്ക് കുറച്ച് കണ്ടൻറ്റ് ആവും. അതിനും വലിയ മടിയാണ്. അപ്പോൾ ഈ മടിയുള്ളവർക്ക് സത്യം പറഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനും പറ്റില്ല ഗൈസ്. പറഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് ഞാൻ എന്നിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവ് എന്താണെന്ന് ആലോചിക്കുകയാണ്. എനിക്ക് പ്രത്യേകിച്ച് കഴിവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. കാര്യം ഫുഡ് കഴിക്കുക, അതും എല്ലാ ഫുഡും ഒന്നും കഴിക്കില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റംസ് മാത്രം. ഞാനിങ്ങനെ കുറേ നാൾ ആലോചിച്ചു. ഈ ക്ലേ വെച്ചിട്ടൊക്കെ ആൾക്കാർ പലതും ഉണ്ടാക്കുന്നുണ്ട്, അത് ഓക്കെ. എന്നാൽ ഡാൻസ് കളിക്കാം. ഡാൻസിൻ്റെ പോലും എൻ്റെ 7 ഇല്ലത്തോടെ പോയിട്ടില്ല. ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും ഞാൻ ഡാൻസ് കളിച്ചിട്ടില്ല. പിന്നെ ഞാൻ വിചാരിക്കും മേക്കപ്പ് ഐറ്റംസ് ട്രൈ ചെയ്യാമെന്ന്. സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്യാത്ത ഞാനെങ്ങനെയാണ് ഇവരെ കാണിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, ഈ ഫേസൊക്കെ കളർ വരാൻ വേണ്ടി വീട്ടിലൊക്കെ തന്നെയുള്ള ഫേസ് പാക്ക് ട്രൈ ചെയ്യാം. 2 ദിവസം ട്രൈ ചെയ്തിട്ട് 3-ാമത്തെ ദിവസം മുഖം വെളുക്കണം എന്നുള്ള ചിന്തയുള്ള ഞാൻ ഇതൊക്കെ ട്രൈ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടേ ഇല്ല. ഞാനൊക്കെ 10th പഠിക്കുന്ന സമയത്ത് മറ്റേ ധാത്രി ഫേസ് പാക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയുടെ കൈയും കാലും പിടിച്ച്, പൈസ ഇല്ലാത്ത അമ്മയുടെ ഒന്ന് കൈയും കാലും പിടിച്ച് വാങ്ങിച്ചിട്ട് SSLC എക്സാമിൻ്റെ മറ്റേ മോഡൽ എക്സാം നടക്കുന്ന സ്റ്റഡി ടൈമില്ലേ, എന്തെന്നാണ് പറയുന്നത്, സ്റ്റഡി ലീവ്, ആ സമയത്തൊക്കെ ഈ പണ്ടാരമൊക്കെ വലിച്ച് മുഖത്ത് തേക്കുമായിരുന്നു. 2 ദിവസം തേക്കും, 3-ാമത്തെ ദിവസം കളർ വരുമ്പോൾ നിർത്തും. മുട്ടാണ് കിട്ടി, കുറേ ഐറ്റംസൊക്കെ ഞാൻ തേച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണക്ക് വല്ലതൊക്കെ വേണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് കാണിക്കാം. പക്ഷേ ഉപയോഗമില്ല. കാര്യം ഞാനിത് ട്രൈ ചെയ്യാതെ നിങ്ങളുടെ അടുത്ത് കാണിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഒരു പുതിയ യൂട്യൂബറെ രോദനമാണ് ഗൈസ് നിങ്ങൾ കേൾക്കുന്നത്. കണ്ടൻറ്റില്ല ഗൈസ്, കണ്ടൻറ്റില്ല. ഓരോരുത്തർക്ക് ഡെയിലി എന്തോരം കണ്ടൻറ്റാണ്. അതും വീട്ടിൽ കടയിൽ പോണത്, അവിടെ പോണത്, ഇവിടെ പോണത്, അവർക്കൊക്കെ നല്ല നല്ല കണ്ടൻറ്റുണ്ട്. നമുക്കതും മടിയാണ്. സത്യം പറയാൻ മടി പിടിച്ചിരിക്കുന്ന ഒരാൾക്ക് പറ്റിയതല്ല യൂട്യൂബ് ചാനൽ. ഇപ്പോൾ സമയം ഏതാണ്ടൊരു, എനിക്ക് ഒറ്റ ബുദ്ധിയാണ് കേട്ടോ. ഇതിപ്പം ഞാനിങ്ങനെ ചായയും വടയും തിന്നുകൊണ്ടിരുന്നപ്പോൾ ആലോചിച്ചാണ്, വേറെ ചായയും വടയൊക്കെ കുടിച്ച് തീർന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്തിട്ടാലോ എന്ന്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.